ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ നല്ലത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണോ നല്ലത്? ഇവിടെ തന്നെ നിന്നാൽ മതി അല്ലേ, അവിടെ വരണ്ട. എൻ്റെ പേര് നബീൽ മുഹമ്മദ് എന്നാണ്. ഞാൻ എജുപോർട്ടിലെ CUT ഹെഡായിട്ടും അതുപോലെ തന്നെ കരിയർ കോച്ചുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, 10ാം ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? അതെ, നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 10ാം ക്ലാസ് ഒന്നുമല്ല എന്ന് മനസ്സിലായി. അത് +2ലേക്ക് എത്തിയ സമയത്താണ്, അല്ലെങ്കിൽ +1ലേക്ക് എത്തിയ സമയത്താണ് 10ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സ് ഒന്നും ഒരു ഫിസിക്സ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2ലേക്ക് എത്തി. ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് എത്തിയ ആളുകളുണ്ടാവും, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ത്. ഇപ്പോൾ 10ാം ക്ലാസ് വളരെ സീരിയസ് ആയി പഠിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ട്യൂഷനൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഇവിടെ തന്നെ സ്കൂളിലുള്ള കുട്ടികളുണ്ടാവില്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുക? ഫീലിംഗ് പുച്ഛം അല്ലേ? ഓക്കെ, അത് നമ്മൾ ഓരോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ മേഖലയിലും തോന്നുന്ന കാര്യമാണ്. ഇതേ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? +2 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കോഴ്സിനോ, അല്ലെങ്കിൽ BTechനോ BBSനോ BA കോഴ്സിനോ BSc കോഴ്സിനോ BCom കോഴ്സിനോ BBAക്കോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് +2ലേക്ക് ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് +2 ഒന്നുമല്ല. അപ്പം ഞാനിവിടെ +2 ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാനല്ല വന്നത്. അത് ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ച് സമയം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളൊന്ന് കൈവെക്കും. യാത്ര പോവാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? കേരളത്തിന് പുറത്ത് യാത്ര പോകാനൊന്ന് കൈവെക്കൂ. ഞാൻ വേറെ ചോദിക്കട്ടെ, കേരളത്തിലെ എല്ലാ ജില്ലകളും കണ്ട ആളുകളൊന്ന് കൈവെക്കൂ. കേരളത്തിലെ എല്ലാ ജില്ലകളും, ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തൃശ്ശൂർ, പാലക്കാട്, എന്നാലും പോട്ടെ, ഒരു 5 ജില്ല കണ്ട ആളുകളൊന്ന് കൈവെക്കൂ. അതായത് നമ്മളിങ്ങനെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയല്ല പറയണത്. 5 ജില്ലയിൽ ഏതെങ്കിലും. തൃശ്ശൂർ സൂവിൽ പോയ ആളുകളുണ്ടോ? ഉണ്ട്. സൂ നിങ്ങളെ ഏരിയ ആണ് അല്ലേ? ഓക്കെ, ഫൈൻ. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്രകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവും താല്പര്യമുള്ള സംഗതിയായിരിക്കും. യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ കയ്യിൽ കരുതുക? യാത്ര പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? പ്ലാൻ ചെയ്യും. എന്താ പ്ലാൻ ചെയ്യാം? എത്ര ഡ്രസ്സ് എടുക്കണം അല്ലേ? ഏത് കളറിൽ എടുക്കണം? തണുപ്പത്തിടാനുള്ളത് എടുക്കണോ? ഇൻസ്റ്റയിൽ റീലിടാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്നുള്ളത് എടുക്കണം. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യൽ എന്താ? എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളതല്ലേ പ്ലാൻ ചെയ്യണ്ടേ അല്ലേ? എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അവിടേക്ക് എത്താനുള്ള പണി നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഡൽഹിയിൽ പോയ എത്ര പേരുണ്ട്? നിങ്ങൾ ഒരു ലക്ഷം പോയിട്ടുണ്ടാവും. ഡൽഹി പോയി, ഗുഡ്. നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പൊ ഡൽഹിയിലേക്ക് പോവാൻ ഇവിടെ നിന്ന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എന്തൊക്കെ മാർഗമുണ്ട്? വിമാനമുണ്ട്. എന്നല്ല, വിമാനം തന്നെയല്ലേ ഫ്ലൈറ്റ്? യെസ്. ട്രെയിൻ 2 ഉണ്ട്. സൈക്കിൾ. ഓക്കെ, നിങ്ങൾ എന്നെത്താനോ ഉദ്ദേശിക്കുന്നത്? പോട്ടെ, നമ്മുടെ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ സ്കൂളിലെത്തണ്ട. നമ്മൾ തൽക്കാലം എല്ലാവർക്കും പറ്റുന്നത് ട്രെയിനാണ്. അപ്പോൾ വിമാനത്തിലൊക്കെ പോകാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. നമ്മൾ ട്രെയിനിൽ പോവാണ്. ട്രെയിൻ നമുക്ക് എവിടുന്നാ പോകാൻ പറ്റുക? സ്റ്റേഷൻ. ഗുഡ്. എവിടെ? നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാ? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്.
ഡൽഹിയിലേക്ക് സാധാരണഗതിയിൽ എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട്. പല സമയങ്ങളിലായിട്ട് പല സ്വഭാവത്തിലുള്ള ട്രെയിൻ ഉണ്ട്. നിസാമുദ്ദീൻ, കേരള എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് ഡൽഹിയിലേക്കുണ്ട്. ഡൽഹിയിലേക്ക് പോകാൻ ഏകദേശം നമുക്കൊരു 2 ദിവസത്തെ സമയം ഉണ്ടാവും. അതായത് ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, അടുത്ത വണ്ടി വരുന്നു, വന്ദേ ഭാരത് വരുന്നു, ഈ പറഞ്ഞ പോലെ ജനശതാബ്ദി വരുന്നു, അത് കഴിഞ്ഞ ശേഷം വരുന്നു അകല എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വണ്ടി വരികയാണ്. നമ്മളെല്ലാവരും ഏകദേശം 1-2 അടുത്തുള്ള ബോഗികളിലാണ് ഉള്ളത്. നമ്മളെന്ത് ചെയ്യുന്നു, ട്രെയിനിൽ കയറുന്നു. അപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ട്രെയിൻ യാത്ര നടത്തിയ ആളുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് വേറെ പ്രത്യേകിച്ച് ദൗത്യമൊന്നും ഉണ്ടാവില്ല. എന്താണ്, ഇടയ്ക്ക് ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും, എന്താ പറയുക, ചായ പറയും അല്ലേ, അങ്ങനെ പറയും, നമ്മൾ ഓരോന്ന് കഴിക്കും. ചില ആളുകൾ എന്തുണ്ടാവും, ചില ആളുകൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഡൽഹിയിലൊക്കെ 2 ദിവസം യാത്രയൊക്കെ പോകുമ്പോൾ പഴക്കൊലൊക്കെ ആയിട്ടാണ് പോവുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് തോന്നുന്നത് പഴമൊക്കെ പാര തിന്ന നേന്ത്രപ്പഴേ, ആർക്കാ നേന്ത്രപ്പഴം താല്പര്യം തോന്നും. പിന്നെ കുറച്ചട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പൻവേലും കഴിഞ്ഞ് ഇങ്ങനെ മഹാരാഷ്ട്രം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം എൻ്റെ അടുത്തൊരു പഴല്ലേനിയെന്ന് ചോദിക്കും അല്ലേ. കാരണം എന്താ, പള്ള വഹിച്ചാൽ തുടങ്ങും. അപ്പോൾ പിന്നെ പഴമല്ല, അവിലല്ല, അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തിന്നാത്ത എന്താണുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, തിന്നാൻ തുടങ്ങും. കാരണം പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ യാത്ര പോയി നമ്മൾ UP കഴിഞ്ഞ് ഇങ്ങനെ പോയി ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഗെറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്കവിടെ ഒരു ബസ്സുണ്ട്, ഒരു AC ബസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 1, 2, 3 ആവശ്യമുണ്ട് അവിടെ എല്ലാവരും കൊള്ളണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ഹോട്ടൽ റൂമിലെത്തുന്നു, നമ്മൾ ഫ്രഷ് അപ്പ് ചെയ്യുന്നു, ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിലേക്കാണ്. ഇതെന്താ അറിയോ, എന്താ, ഇന്ത്യ ഗേറ്റ്. എവിടെയാണുള്ളത്? ഇന്ത്യ ഗേറ്റ് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കാണുന്നുണ്ട്, ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് ഹോട്ടലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാം, ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോവുക. അങ്ങനെ പോയി ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം, ചെക്കൗട്ടല്ല, നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിലേക്ക് പോവാണ്. ക്യാമ്പസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും ഒരുപക്ഷെ പരിചയം ഉണ്ടാവും, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് ക്യാമ്പസുകളുണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്. ആ കോളേജസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കാണും എന്നതാണ്. നിങ്ങളൊന്ന് കാണുക, ഞാൻ പറയുന്നതിനേക്കാളും കുറച്ച് നന്നാവുക കാണുന്നതായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ്. പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. അതിനുശേഷം ഡൽഹിയുടെ വീതിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മൾ പോയി പോകുന്നത് 2 സൈഡിലും നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ക്യാമ്പസുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമാണ്. റിക്ഷകളുണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് കുട്ടികൾ സ്റ്റുഡൻറ് ലൈബ്രറിയിൽ നിന്ന് വായിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. തുടരുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ക്യാമ്പസുകൾ കാണാം, കോളേജ് ഉണ്ട്. റൈറ്റ് സൈഡിലും മറ്റ് കോളേജ് ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടർ വരുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് യൂണിവേഴ്സിറ്റി കോറിഡോർ, അതായത് യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസാണ്. ഇതാണ് കിരോരി മാൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജ്. അമിതാഭ് ബച്ചനൊക്കെ പഠിച്ചിട്ടുള്ള ക്യാമ്പസാണ് കിരോരി മാൽ കോളേജ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മറ്റ് ഇന്ത്യൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനം കാണാം. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നത് ഈ ഒരു ഇമേജ് ആയിരിക്കും. അത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റി. ഇങ്ങനെ പോയി നമ്മൾ എവിടെ എത്തും? ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വിവിധ ക്യാമ്പസുകളിലൂടെയാണ് പോകുന്നത്. ഡൽഹി എന്ന് പറയുന്നത് എല്ലാവരുടെയും
പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആളുകൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. വേറെ ഏതാ? നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. JNU കേട്ടിട്ടുണ്ടെങ്കിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. JNU പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ മറ്റൊരു ക്യാമ്പസാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിങ്ങനെ കാഴ്ചകൾ കാണാൻ, ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടാൽ മതി. നിങ്ങളെ കാഴ്ച അവിടെ ആണെങ്കിലും നിങ്ങളൊരു കേൾവി ഇവിടെ എങ്ങനെ ഉണ്ടാവണം എന്നതാണ്. നമ്മൾ ഇന്ത്യയിലെ കോളേജുകൾ നിങ്ങൾ എണ്ണുന്ന സമയത്തെ ഇന്ത്യയിലെ കോളേജുകളിൽ ടോപ്പ് നമ്പർ 1 കോളേജ്, അതായത് നമ്മളിവിടെ ഒരുപാട് കോളേജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരിക്കോട് തന്നെ സുലം ഇസ്ലാം കോളേജ് ഉണ്ട്, ഫറൂഖ് കോളേജ് ഉണ്ട്, കോഴിക്കോട് ദേവഗിരി കോളേജ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ കുറേ കോളേജ് നിങ്ങൾക്ക് കാണാം. MES മമ്പാട് കോളേജ് ഉണ്ട്. അങ്ങനെ കോളേജുകളെങ്ങനെ നമ്മൾ നോക്കി എണ്ണുന്ന സമയത്ത് നമ്പർ 1 കോളേജ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഹിന്ദു കോളേജാണ്. ഇപ്പോൾ നേരത്തെ അത് മിറാണ്ട ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വിമൻസ് ഓൺലി ക്യാമ്പസ് ആയിരുന്നു. ഇന്ത്യയിലെ ഏകദേശം ഒരു ടോപ്പ് 5 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 കോളേജ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജസ് ഉണ്ടാവും എന്നതാണ്. ഞാൻ പറയുന്ന കിരോരിമാൾ കോളേജും അതുപോലെ തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഹിന്ദു കോളേജും ഒക്കെ എന്താണ്? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ വരുന്ന ക്യാമ്പസ് ആണ് എന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഏകദേശം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാമ്പസ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ്. JNU എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ക്യാമ്പസാണ്. അപ്പോൾ അടുത്ത അന്തരിച്ചിട്ടുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ പഠിച്ച ക്യാമ്പസാണ് JNU എന്ന് പറയുന്നത്. ഈ ക്യാമ്പസുകളിലൊക്കെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഗ്രീനറിയാണ്, നല്ല പച്ചപ്പുള്ള ക്യാമ്പസാണ്. നിങ്ങൾക്ക് ക്ലാസ് റൂമിന് അകത്തുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതകളും ക്ലാസ് റൂമിന് പുറത്തുണ്ടാവും എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ്. ക്യാമ്പസിനകത്ത് തന്നെ ATM ഇതൊക്കെ ക്യാമ്പസിനകത്താണ്, ഉള്ളിലാണ് വരുന്നത് എന്നതാണ്. ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ക്യാമ്പസിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ, ബിൽഡിങ്ങുകളാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ ഫെസിലിറ്റീസ്, സംവിധാനങ്ങൾ, ഹോസ്റ്റൽസ് ഒക്കെയാണ് ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇനി വേറൊരു ക്യാമ്പസ് കൂടി കാണാനുണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ. എല്ലാം ഇവിടെ കാണിക്കാൻ പറ്റാത്തതോടുകൂടിയാണ് ഞാനതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, ഇവിടെ തന്നെ കോഴ്സ് പഠിക്കാൻ പറ്റുമ്പോൾ എന്തിനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നത്? ഇനി നിങ്ങളോടും ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമായിരിക്കും അത്, അല്ലേ? ആളുകൾ ചോദിക്കൂലേ, എന്തായിരിക്കും നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഉത്തരം? അതിന് ഉത്തരം കിട്ടാനാണല്ലോ നമ്മളിവിടെ വന്നത്, അല്ലേ? ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തുകൊണ്ടായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ക്വാളിറ്റി ഉണ്ടാവും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. ഒരു പാരലൽ കോളേജിൽ അല്ലെങ്കിൽ നാട്ടിലൊരു കോളേജിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും എന്നതാണ്. യെസ്. ഞാൻ ഡിഗ്രി പഠിച്ചത് ഫറൂഖ് കോളേജിലാണ്. അതിനുശേഷം എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG ചെയ്തത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി പോകുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരോട് പറയല്ലോ, എനിക്കിങ്ങനെ ഹൈദരാബാദിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾ എന്നോട് സങ്കടത്തോടുകൂടി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത്, കുട്ടിക്കോടെ ഒന്നും അഡ്മിഷൻ കിട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞു. അല്ലേ? അതായത് എന്താ പ്രശ്നം? നമ്മളെ നാട്ടിലുള്ള വിചാരം എന്താണ് ആളുകൾക്ക്? ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടാതെ മാർക്കൊന്നും ഇല്ലാതെ കുടുങ്ങി കിടക്കുന്ന ആളെന്ത് ചെയ്യും? പൈസ കൊടുത്തിട്ട് ബാംഗ്ലൂരോ മൈസൂരോ ഒക്കെ പോയിട്ട് പഠിക്കും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ബോധത്തിൽ നിന്നായിരിക്കും പക്ഷെ ചോദിച്ചാൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മെറിറ്റ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ +2 മാർക്കല്ല, നിങ്ങൾ എക്സാം എഴുതിയിട്ട് എക്സാമിലെ മാർക്കാണ് ബേസിക്കലി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവരുമായിട്ടും നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും എന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന സംഗതി. നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കുന്നു എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത്. +2 നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെയ്യാം,
പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സുല്ലം ഓപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. സ്ഥാപനം എന്നുള്ള നിലക്ക് സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഒരാൾ പറയണത് ഞാൻ പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്, ഞാൻ പഠിച്ചത് കാംബ്രിഡ്ജിലാണ്, ഞാൻ പഠിച്ചത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ലെവലുണ്ടല്ലോ. ഞാൻ JNUവിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ലെവൽ, അല്ലെങ്കിൽ അയാൾ പറയാനായിട്ട് ഞാൻ ടിസിലാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ലെവൽ അതുണ്ടാവും എന്തായാലും. അതെന്തുകൊണ്ടാ? സ്ഥാപനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും കോഴ്സ് എവിടെയാണ് പഠിച്ചത് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളിപ്പം എന്താണ് BSc മാത്സോ BA ഇംഗ്ലീഷോ BComോ BBA ഒക്കെ നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അരീക്കോടോ കോപ്പറേറ്റീവ് കോളേജിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പം ഞാൻ പ്രൗഡ്ലി അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ക്യാമ്പസുകൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഈ ഗുണങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതാണ് അതിലെ പ്രശ്നം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന എക്സ്പോഷറാണ്. ഇപ്പം നിങ്ങളെ കൂടെ പഠിക്കുന്ന ആളുകൾ, ഇവിടെ ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എവിടെയുള്ള ആളുകളായിരിക്കും? അരീക്കോട്, തെരട്ടമ്മല്, ഇവിടെ ഉള്ള ആള് അല്ലേ, കുനിയില്, ഗീറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളല്ലേ ഞങ്ങൾ കൂടെ പഠിക്കാണ്ടാവുക. നിങ്ങൾ എന്താ പരസ്പരം ചർച്ച ചെയ്യാ? ഇനി എന്താ കൊണ്ടുവന്നെന്ന് ഉച്ചക്ക് തിന്നാൻ അതല്ല നിങ്ങൾ പറയാ. എന്നാലും എൻ്റെ അവിടെ ബിരിയാണി ഉണ്ടായിന്, അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അതല്ലേ നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവുക. എന്നാൽ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളെ കൂടെ പഠിക്കാൻ ഉണ്ടാവല ആരാ? UPയിൽ നിന്നും ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെ കൂടെ പഠിക്കാനുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഫ്രണ്ട്സ് മാറുമ്പം എന്ത് മാറും? സ്വഭാവം മാറുന്നോ? നിങ്ങളെ കൾച്ചർ മാറും. കൾച്ചർ എങ്ങനെ മാറാ? നിങ്ങളുടെ ഭാഷ ഓട്ടോമാറ്റിക്കലി മാറും. നമ്മൾ എന്താ ചെയ്യലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ കേരളത്തിന് പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യലെന്താ? മലയാളി, ഇവിടെ മലയാളി, മലയാളിയാണോ എന്ന് ചോദിക്കാം നമ്മളല്ലേ. എവിടെ? മലപ്പുറത്ത് എവിടെ? ഞാൻ തെറ്റമല്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഉണ്ടാക്കുക. ഊട്ടി പോയാലും നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ എവിടെ ചോറും സാമ്പാറും കിട്ടുക? എന്നാ നമ്മൾ ചേരാത്തത് പോയതെന്താ? പോയത് അവിടുത്തെ ഒരു സംഗതികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് വേണ്ടത് എന്താ? എവിടെ ചോറിട്ടുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ നമ്മൾ നോക്കുക. അത് നമ്മളെ കുഴപ്പമൊന്നുമല്ല എന്നുള്ള. പക്ഷെ നിങ്ങൾ പെട്ടുപോകുന്നത് സിറ്റുവേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എജുപോർട്ടിനെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൗഡ് അലൂമിനി ആയിട്ടുള്ള ഷിത ഉണ്ട്. ഷിത ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് കഴിഞ്ഞ വർഷം CUT എക്സാമിനേഷൻ എഴുതി അഡ്മിഷൻ കിട്ടിയത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ ഷിത മാത്രമാണ് അവിടെ പൊളിറ്റിക്കൽ സയൻസിൽ ഒരേ ഒരു മലയാളി. വേറെ മലയാളികളൊന്നും ഇവിടെ +2 പാസ്സാകത്തോണ്ടല്ല, +2 പാസ്സായിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കിട്ടാത്തോണ്ടാണ്. നേരത്തെയുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു അറിയോ? നേരത്തെ +2ന്റെ മാർക്കായിരുന്നു നോക്കിയിരുന്നത്. +2ന്റെ മാർക്ക് നോക്കുമ്പോഴുള്ള സൗകര്യം എന്താ? ഫുൾ A+. ഫുൾ A+ കിട്ടിയ ആളുകളൊക്കെ. പക്ഷേ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഫുൾ A+ വളരെ അപൂർവം മാത്രം ആളുകൾക്കേ കിട്ടുള്ളൂ. അതിനത്ര ടൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പം ഷിതയോട് നമ്മൾ സംസാരിച്ച സമയത്ത് ഷിത തന്നെ പറഞ്ഞെന്താ അറിയോ? നല്ല സുഖമാണ്, കാരണം മലയാളികളുടെ കുത്തിത്തിരിപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, കുറേ ഭാഷ മനസ്സിലാക്കാനും അറിയാമെന്നില്ല എന്നാലും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ സ്റ്റുഡൻസ് വരെ നമ്മൾ കൂടെ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് ആൾ ഹിന്ദി മേ ബോൽ കർ സക്താ ഹൂം എന്ന് ഓട്ടോമാറ്റിക്കലി ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു എക്സ്പോഷറാണ്. ഈ ഒരു എക്സ്പോഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് ക്യാമ്പസുകളിൽ പഠിക്കണം എന്നുള്ളതാണ്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ, മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കലും ചർച്ച ചെയ്യലും എന്താ, ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് പറയാം. അതായത് ഇത്ര ഡിഗ്രി, ഇത്ര മാർക്ക് എന്നൊക്കെ ഉള്ള സ്വഭാവത്തിലുള്ള സാധനം. ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് പരീക്ഷ നടക്കുകയും കൃത്യമായിട്ട് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അസൈൻമെന്റ് തരികയും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരികയും നിങ്ങളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പം നല്ല ക്വാളിറ്റി ഉള്ള ആളായിട്ട് പുറത്തിറങ്ങും അല്ലേ? നമ്മൾ ഷോപ്പിൽ പോയിട്ട് എന്താ നോക്കുക? ക്വാളിറ്റി അല്ലേ നോക്കുക? നല്ലതാണോ എന്നല്ലേ നോക്കുക? നമ്മളൊരു സാധനം വാങ്ങുമ്പം നല്ലതാണോ അല്ലേ നോക്കുക? അതുപോലെ തന്നെ നിങ്ങൾ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് നിങ്ങളെ ആൾ സെലക്ട് ചെയ്യുമ്പം എന്താ നോക്കുക? നിങ്ങൾ എത്ര തടിയുണ്ടെന്നാണോ നോക്കുക? അല്ല, എന്താ നോക്കുക? എത്ര ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നോക്കുക അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് അത് കിട്ടുന്ന സ്ഥലത്തുണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ എന്നതാണ്. ഈ മൂന്നാളുകളെയും തമ്മിലുള്ള ഒരു കോമൺ ഫീച്ചർ എന്തായിരിക്കും? ഒന്നാമത്തെ ആളാരാ നിങ്ങൾക്ക് അറിയോ? ഒന്നാമത്തെ ആളെ പരിചയമുള്ള ഒരാളെക്കാളൊന്ന് കൈവെക്കൂ. അഡ്വക്കേറ്റ് ആണ്, എനിക്ക് മനസ്സിലായി. കുപ്പായം കണ്ടിട്ടുള്ള മനസ്സിലായത്? ഓക്കെ, ഒന്നാമത്തെ ആളാ. ഹു ഈസ് ദാറ്റ്? ചീഫ് ജസ്റ്റിസ് യാസീൻ. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. യാസീൻ ഒരു നല്ല കൈയടി എടുക്കും. ഇപ്പൊ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയണം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കാരണം ഇന്നലെയാണ് അദ്ദേഹം വിരമിച്ചത്, കഴിഞ്ഞ ദിവസം, ഇന്നലെ. രണ്ടാമത്തെ ആളാരാ? മൂന്നാമത്തെ ആളാരാ? ശശി തരൂർ. ഇവർ മൂന്ന് പേരെയും കോമൺലി കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അതെന്താണ്? ദേ ആർ ഓൾ പ്രൊഡക്ട്സ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകളാണ് ഇവർ മൂന്ന് പേരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശശി തരൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിക്കുന്നത്, കിരോരിമാൾ കോളേജിലാണ് അമിതാഭ് ബച്ചൻ പഠിക്കുന്നത്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിച്ച ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുഖങ്ങളെ നമ്മൾ കാണാൻ പറ്റും. ഷാറുഖ് ഖാൻ പഠിച്ചത് എവിടെയാണ്? ഷാറുഖ് ഖാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ടാണ് നടനായത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അയാളെ ഉണ്ടാക്കുന്നതിൽ ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പങ്കുവച്ചിട്ടുണ്ടാവും. ശശി തരൂരിന് ഉണ്ടാക്കുന്നതിൽ എന്ത് ഉണ്ടാവും? ബിൽഡ് ചെയ്യുന്നതിൽ ആ കോളേജിന് ഒരു പങ്കുണ്ടാവും. കാരണം എന്താ? നമ്മളെ ഏറ്റവും ചെറുപ്രായത്തിൽ നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത് എന്നതാണ്. ഇനി അടുത്ത ഒരു കുറേ കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്രസന്റേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അവിടെ വരണം എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വളരാൻ പറ്റണം എന്നതാണ്. കാരണം എല്ലാ കാലവും നിങ്ങളിങ്ങനെ റിസീവിങ് എൻഡിലല്ല ഉണ്ടാവേണ്ടത്, ഇവിടെ അല്ലല്ലോ നമ്മൾ ഇരിക്കേണ്ടത്. സ്റ്റേജിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ബേസിക്കലി ലക്ഷ്യം വെക്കുന്നത് എന്നതാണ്. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പം നിങ്ങൾ അവിടെ തന്നെ കോളേജ് ബിൽഡിങ് കണ്ടല്ലോ നിങ്ങൾ. JNU ലൈബ്രറി മാത്രം 8 നിലകളുണ്ട്. ലൈബ്രറി മാത്രം. സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 1000-1500 ഏക്കർ ഉണ്ടാവും. ഇറ്റ്സ് എ ബിഗ് ക്യാമ്പസ്, വാസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പം നമ്മൾ ക്യാമ്പസ് വലുതാവുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയും വലുതാവും അല്ലേ? നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മേലോട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? നിങ്ങൾ എല്ലാവരും മേലോട്ടൊക്കെ നോക്കൂ. എന്താ കാണുന്നത്? എന്താ കാണുന്നത്? പന്തലാ കാണുന്നത്. ഓക്കെ, ഇതേ നിങ്ങൾ തന്നെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടൊന്ന് മേലോട്ടൊക്കെ നോക്കി നോക്കൂ. എന്താ കാണാ? മേലോട്ടേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ഇതിലേക്ക് കാണാം അല്ലേ? എന്താണ്? ആകാശം കാണും. അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം? നമ്മളെ ചിന്ത വികസിക്കും വലുതാവുമ്പോൾ. ഒരു വലുത സ്ഥലത്ത് നമ്മളൊരു ഇടുങ്ങിയ റൂമിലിരുന്ന് പഠിക്കുന്നതും കുറച്ച് വിശാലമായ സ്ഥലത്ത് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിൽ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, നല്ല ക്ലാസ് റൂമുകൾ, നല്ല ലൈബ്രറി, നല്ല ലബോറട്ടറി, ഈ പറയുന്ന സ്വഭാവത്തിലുള്ള സംവിധാനങ്ങൾ, ജിംനേഷ്യം,
അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം, നല്ല ഹോസ്റ്റൽ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. അത് നിങ്ങൾ ഫ്ലൈറ്റും പിടിച്ച് UK കാനഡയിലേക്കോ പോകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മളെന്ത് ചെയ്യുന്നത്, പറയുന്നത്. ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നത്. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു, ഇന്ന് തന്നെ പോണ ആളുകളെ ഞാൻ ചോദിച്ചിട്ടില്ല. ആഗ്രഹിക്കുക എന്നല്ല നമ്മൾ ആദ്യം ചെയ്യണ്ടേ. നിങ്ങൾക്ക് UK തണുപ്പത്ത് ഇങ്ങനെ എന്ന് പറയണേ താല്പര്യമില്ല? ഇല്ല. എന്താണ് നിങ്ങളെ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഇവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ വീകാണ് എന്ന്, റോഡിലൊന്നും കാണാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയണ്ടേ? ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള വലിയ അവസരങ്ങളും എന്താണ് നമ്മൾക്ക് വലിയ സാധ്യതകളും തുറന്നു വരുന്ന ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട് എന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്, നമ്മൾ ആരോടാണ് സംവദിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള അഡ്വക്കേറ്റുമാര്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര്, ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളുള്ള മന്ത്രിമാര്, ഉദ്യോഗസ്ഥരൊക്കെയുള്ള മക്കളായിരിക്കും നമ്മുടെ കൂടെ പഠിക്കാനുണ്ടാവുക. അപ്പോൾ അവരുടെ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും സംവദിക്കാനും ഇടപെടാനും ഒക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മിസോറാമിൽ പോകുന്നു. മിസോറാമിൽ പോകുന്ന സമയത്ത്, മിസോറാം എവിടെയാ? നോർത്ത് ഈസ്റ്റിലൊരു സ്ഥലമാണ്. മിസോറാമിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ലാഭമല്ലേ? നിങ്ങൾ രാജസ്ഥാനിലോ പഞ്ചാബിലോ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു കൂട്ടുകാരി ഉണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരനുണ്ടെന്നെങ്കിൽ നല്ല സുഖമല്ലേ? എന്താണ്, നിങ്ങൾ ചിറാപുഞ്ചി പോകുമ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ല ഹരല്ലേ? നിങ്ങൾ കശ്മീരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ നല്ല ഹരല്ലേ? എന്താ നമുക്കതിനുള്ള മെച്ചം? നമുക്ക് ഒരുപാട് നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു സാധ്യതയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അക്കാദമിക നിലവാരത്തിലും ഉള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. പിന്നെ പഠിപ്പിക്കുന്ന മാഷന്മാർ നന്നാവുമെന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. അതെന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷന്മാർ നന്നാവണ അനുസരിച്ചാണ് നമ്മളും നന്നാവുക. രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ സാർ ഒന്നും വേണ്ട സാർ, ഇന്ന് ക്ലാസ് ഒന്നും എടുക്കണം സാർ, നമ്മൾക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം സാർ എന്നായിരിക്കും നമ്മുടെ ഒരു മൂഡ് ഉണ്ടാവുക. അപ്പം മാഷക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ മൂഡാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ നമുക്കൊരു കഥ പറയാം. നിങ്ങളൊക്കെ ഈ മനോരമൻ്റെ പരിപാടിക്ക് പോയിനെയോ? ഹോർത്തൂസ് ഇല്ല, ഞാൻ പോയിനേ എന്ന് പറഞ്ഞിട്ട് മാഷ് കഥ പറയാൻ തുടങ്ങുകയാണ്. നല്ല സുഖമായിരിക്കും. എന്തേ, ഈ മാഷ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. PT പീരീഡൊക്കെ മാത്സിൻ്റെ സാറ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തോന്നും അപ്പുറത്തെ ഈ സാറ് വന്നാൽ മതി, നമുക്കിങ്ങനെ തോന്നും. ഞാൻ അങ്ങനെ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവസാനം പരീക്ഷ വന്ന സമയത്തായിരിക്കും ആലോചിക്കുക, അല്ല നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? നമ്മളെന്നും ബടായി എന്നായിരിക്കും നടന്നിട്ടുണ്ടാവുക, പക്ഷേ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫാക്കൽറ്റീസ് നന്നാവുക, അതായത് ടീച്ചേഴ്സ് നന്നാവുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന പുസ്തകം എഴുതിയ ആളുകൾ നമ്മൾ പഠിപ്പിക്കാനുണ്ടാവുക എന്ന് പറയുന്നതാണ് അതിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുസ്തകം എഴുതിയ ആളുകൾ, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ടാവുക എന്ന് പറയുന്നത് അവരോട് സാഹസിക്കാനുള്ള സാധ്യത അവിടെ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് എന്നതാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വേറൊരു ഫാക്ടറാണ്. നമ്മൾ എന്തൊക്കെ ആഘോഷങ്ങളാണ് നമുക്കുള്ളത്, നമ്മൾ പല സ്വഭാവത്തിലുള്ള പെരുന്നാൾ, ക്രിസ്മസ്, ഓണം, അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളുടെ ലിസ്റ്റിലേക്ക് വേറെ കുറേ സംഗതികൾ വരും. ദീപാവലി, ഹോളി, ഈ പറഞ്ഞ പോലെയുള്ള ഡൈവേഴ്സ് കൾച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നതാണ് ഇൻ ഓൾ സെൻസ്. അത് ഫെസ്റ്റിവൽ എന്നുള്ള സെൻസും ഭക്ഷണം എന്നുള്ള നിലക്കും. നമ്മളിവിടെ ചോറും സാമ്പാറും പൊറാട്ടയും ബീഫും എന്നുള്ള സാധനത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ദാലും റൊട്ടിയും പൊറാട്ടയും എന്താണ് ആലു മട്ടറും ആലു പനീറും ഒക്കെ നിങ്ങളുടെ ഒരു ബജറ്റിലേക്കും ഒരു ലിസ്റ്റിലേക്കും ഒക്കെ വരും എന്നുള്ളതാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്. ആരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്? ഇപ്പോൾ ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്? ഇപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ ഞാൻ പറയുന്നത് 100% ഒന്നും ശരിയായിക്കൊള്ളുന്നില്ല. ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചാൽ മതി.
അല്ല എടേ ഇനി പഠിക്കുന്നുണ്ടോ, ഇനി അസൈൻമെൻറ്റ് വെക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലടി, എന്നാൽ നമുക്ക് രണ്ടാക്കും കൂടി പോയിട്ട് പറയാം അല്ലേ സാറോട്, സാർ പ്ലീസ്. ഇങ്ങനത്തെ ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂടെ ഉള്ളെങ്കിൽ യു ആർ ഇൻ എ ട്രാപ്പ് എന്നതാണ്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ എന്തായിരിക്കും, നമുക്ക് ചലഞ്ചിങ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ പൊതുവേ ക്ലാസ്സിൽ ഒരു പഠിക്കുന്ന ഒരാളെ കുറിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും, ഓ ഉള്ളൊരു പഠിപ്പി അല്ലെങ്കിൽ ഓനൊരു പഠിപ്പി എന്നുള്ള സ്വഭാവത്തിലായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളെ കൂടെ പഠിക്കാനുണ്ടാവുക. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, അവർ പഠിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് പഠിക്കണം. അപ്പോൾ ഫ്രണ്ട്സിനെ ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള ആളെ മാറ്റണം എന്നല്ല ഞാൻ പറയണത്. എന്താണ്, നമ്മുടെ ചോയ്സ് എപ്പോഴും എന്തായിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. കാരണം ഫ്രണ്ട്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ, കാരണം അവരെടുക്കുന്ന തീരുമാനവും നമ്മളെടുക്കുന്ന തീരുമാനവും ഒക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇന്ന് പോണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നിൽ എന്തായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഈ സ്കൂളിൽ നിന്ന് വരാൻ തന്നെ ഉണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം +1 അലോട്ട്മെന്റിൽ വരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചുണ്ടാവുന്ന പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബസ് പോവാം എന്നതായിരിക്കാം, ആവണമെന്നല്ല പറഞ്ഞ ആയിരിക്കാം. ഇങ്ങനെയുള്ള സംഗതികൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ഭാവി, നമ്മുടെ ഒരു ഫ്യൂച്ചർ, നമ്മുടെ ഒരു കരിയർ കൂടി വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ്. ഈ മറ്റൊരു ഫീച്ചർ കൂടി നമുക്ക് നോക്കാം. പൊതുവെ ആളുകൾക്കുള്ള ധാരണയാണ് നല്ല ഫീസാവും അവിടെ പഠിക്കാൻ എന്നുള്ളത്. ആ ധാരണ നിങ്ങൾ ഇപ്പോഴേ ഒഴിവാക്കണം. കാരണം നിങ്ങളൊരു സാധാരണ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ അത്രയൊന്നും ഫീസ് സ്വാഭാവികമായിട്ടും ആവൂല എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മൾ നോക്കപ്പെട്ടു ഇവിടുന്ന് ഒരു കോളേജ് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോളേജിലേക്ക് എന്നും പോകണം, തിരിച്ചു വരണം, ബസ്സിൽ കൂലി, ഇങ്ങോട്ട് പോയി ഭക്ഷണത്തിന് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിലവൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 2 സെമസ്റ്റർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 സെമസ്റ്റർ കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ എന്നും പോകുന്ന ബസ് കൂലി ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും ക്യാമ്പസിനടുത്തുള്ള ഹോസ്റ്റലായിരിക്കും നിങ്ങൾ താമസിക്കുന്നുണ്ടാവുക. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കൊരു മാസത്തിലൊരു ഏകദേശം ഒരു യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു 5000-6000 രൂപക്കൊക്കെ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ ഫീസ് വരുന്ന സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങളെ ഷെയറിംഗ് അനുസരിച്ച്, നിങ്ങളുടെ റൂം ഷെയറിംഗ് ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കും എന്നതാണ്. ഈ സംഗതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു മനസ്സിൽ നിങ്ങൾ ഉണ്ടാവണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. എന്താണ് അതിനുള്ള വഴി? ആ വഴിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. CUET എക്സാമിനേഷൻ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള ക്യാമ്പസിലേക്ക് +2 മാർക്കാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ CUET എന്നൊരു എക്സാമിനേഷൻ കൊണ്ടുവരുന്നതോടുകൂടി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത് കുറഞ്ഞു. എന്തുകൊണ്ടാണ് കുറയാനുള്ള കാരണം? നമ്മൾ സാധാരണ +2 പഠിക്കുന്ന വിഷയം, ആ വിഷയം തന്നെ ഒബ്ജക്റ്റീവിലാണ് ചോദിക്കുക. ഒബ്ജക്റ്റീവ് ലെവലിലുള്ള ചോദ്യമാണ് ഉണ്ടാവുക അല്ലേ. ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും തമ്മിൽ വ്യത്യാസം എന്താ? നിങ്ങളിപ്പോൾ എഴുതുന്നത് സബ്ജക്റ്റീവ് ലെവലായിരിക്കും, നിങ്ങൾ എഴുതല്ലേ ചെയ്യുക, എസ് എഴുതല്ലേ ചെയ്യുക അല്ലേ. 1 ലോക യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? എന്തെഴുതാ? അത് നിങ്ങൾ സയൻസുകാരനായ രചനയായിട്ട് 1 ലോക യുദ്ധം അറിയാതൊക്കെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചല്ലേ. നമ്മളെന്ത് ചെയ്തു? ഓക്കെ, ചോദ്യം നോക്കി ഏകദേശം മനസ്സിലായി, യുദ്ധം. അപ്പോൾ 1 ലോക യുദ്ധം എന്ന് പറയുന്നത് 1ാമത്തെ യുദ്ധമാണ്. കിട്ടി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ വെട്ടുന്നു, കുത്തുന്നു, ബോംബിടുന്നു, ചാകുന്നു. അങ്ങനെ കുറേ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം യുദ്ധം അവസാനിച്ചു. പക്ഷെ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓർക്കാൻ കഴിയില്ല. വളരെ വേദനാജനകമായ യുദ്ധമായിരുന്നു 1 ലോക യുദ്ധം.
ഇതിങ്ങനെ എഴുതും നമ്മൾ, എഴുതി 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 അവസാനം ഏകദേശം ഒരു പൊസിഷനിലെത്തുമ്പോൾ നമ്മൾ നിർത്തും. പേപ്പർ നോക്കുന്ന ടീച്ചർ എന്താണ് നോക്കുക? കുട്ടിക്ക് കുറച്ചൊക്കെ ഒരു യുദ്ധത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുക. കിടക്കട്ടെ അരമാർക്ക് എന്നുള്ള രീതിയിൽ മാർക്ക് ഇടാണ് ചെയ്യുക. ഇതേ സാധനം തന്നെ ഒബ്ജക്റ്റീവിലെത്തുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഒന്നാം ലോക യുദ്ധം തുടങ്ങിയ വർഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിയ വർഷം 1910, 11, 12, 13, 14. എന്താ ആവേശമില്ലാത്ത? ഇതാണ് അതിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് എസ്സേ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താവണം? വി ഹാവ് ടു ബി വെരി സ്പെസിഫിക്. അതിനെക്കുറിച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. ഉത്തരം ശരിയായാൽ 5 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് പോകും, -1. ഒരു ഉത്തരം ശരിയായി 10 തെറ്റിച്ചാൽ ഇങ്ങനെ മൈനസ് എന്നിട്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, ഈ ഒരൊറ്റ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ +1കാരും ശ്രദ്ധിക്കുക, +2കാരും ശ്രദ്ധിക്കുക. +2കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നിങ്ങളുടെ മുമ്പിൽ കുറഞ്ഞ സമയം ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ. +1കാർക്ക് നേരത്തെ അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് 200-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് 200-ലധികം യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അതിൽ ഏകദേശം 45-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമുണ്ട് എന്നതാണ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല. മാനേജ്മെന്റ് കോട്ട വഴി പോവാം എന്നുള്ള പരിപാടിയൊന്നും ബേസിക്കലി ഇല്ല. ഒറ്റ വഴിയുള്ളൂ, അത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പം എൻട്രൻസ് ഭയങ്കര ടഫാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയാൻ പറ്റുന്നതാണ്. നീറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ എഴുതുന്ന പരീക്ഷയാണ് CUT എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിലുള്ള ആളുകൾ എഴുതുന്നത് പൊതുവെ കുറവാണ്. പൊതുവെ കുറവാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് അത്ര അവെയർ അല്ല എന്നതാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് അതിലുള്ള പ്രശ്നം. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നത് എന്നതാണ്. ഇതിൽ പല സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കൊമേഴ്സ് പഠിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ കൊമേഴ്സ് ഇല്ല, ഹ്യൂമാനിറ്റീസ് സയൻസാ? ഓക്കെ. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ. ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ സോഷ്യോളജി ഉണ്ടോ? ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, യെസ്, എക്കണോമിക്സ്. എക്കണോമിക്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സിൽ ഒരു ഹയർ സ്റ്റഡീസ് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യയിൽ എക്കണോമിക്സ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥാപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാം. ഇതാണ് വഴി. ഇപ്പം സയൻസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സയൻസിൽ തന്നെ ഫിസിക്കൽ സയൻസ്, കെമിസ്ട്രി ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളിലേക്കോ അല്ലെങ്കിൽ BTech പ്രോഗ്രാമുകൾക്ക് വരെയുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്നല്ല, പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് പോകണം. BVOC പാരാമെഡിക്കൽ, മെഡിക്കൽ ലാബ് ടെക്നോളജി, അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമുണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് ഒപ്റ്റോമെട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BBA പ്രോഗ്രാം ഉണ്ട്, BA പ്രോഗ്രാം ഉണ്ട്, BCom ഉണ്ട്. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. എക്സാമിനേഷൻ്റെ പാറ്റേൺ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനൊരു ഹൈബ്രിഡ് മോഡാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടല്ല. അതിൽ ബോത്ത് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, പേപ്പർ പെൻ എക്സാമിനേഷനും ഉണ്ടായിരുന്നു എന്നതാണ്. ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോവാം. ഞാനിപ്പോൾ ജസ്റ്റ് 2 യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടത്. ഏതൊക്കെ കണ്ടത്? ഡൽഹി യൂണിവേഴ്സിറ്റിയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുമാണ് നമ്മൾ കണ്ടത്. ഈ ഫോട്ടോ ആണ് നിങ്ങൾ വീഡിയോ ആയിട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്, കണ്ടില്ലേ? ഓക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നാണ്. ഒരുപാട് കുട്ടികൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ക്യാമ്പസാണ്. ഏകദേശം 90 ക്യാമ്പസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ കോളേജസ് ആയിട്ടുണ്ട്. 70,000 സീറ്റുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക്
വ്യത്യസ്ത സബ്ജക്റ്റുകളായിട്ടുണ്ട് എന്നതാണ്. നമ്മൾക്ക് അതിലൊരു സീറ്റല്ലേ വേണ്ടു? യെസ്. മറ്റൊന്ന് JNU ആണ്, ജവഹർലാൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്കൊരു ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റ് ഒക്കെ പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ, ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവും. ഇത് ഒരു ചൈനീസ്, റഷ്യൻ, ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ JNU is an ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി. ഇത് തന്നെ ഡൽഹിയിലുള്ള മറ്റൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറയുന്നത്. നിങ്ങളേതോ പഴയ ബിൽഡിംഗ് ആണെന്ന് കാണണ്ട, ഈ പഴമ നിലനിർത്തിക്കൊണ്ട് ക്യാമ്പസിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ട്രക്ചർ. സെൻട്രൽ സാൻസ്കൃത് യൂണിവേഴ്സിറ്റി സംസ്കൃത പഠനത്തിനാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി. ഏകദേശം 1500-ലധികം ക്യാമ്പസ് വരുന്ന നോർത്ത് ക്യാമ്പസ്, 2000-ലധികം വരുന്ന സൗത്ത് ക്യാമ്പസ്. നിങ്ങൾക്ക് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിഗ്രി, PG, പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, ഇനിയിപ്പോൾ സ്കൂൾ വരെയുള്ള ഓപ്ഷൻസ് ഉള്ള, അതിൻ്റെ ഉള്ളിൽ തന്നെ IIT ഉള്ള IIT BHU എന്ന് പറഞ്ഞിട്ടുള്ള BHU ബനാറസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയാണ് BHU. ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോയിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നിങ്ങൾക്ക് പല സ്വഭാവത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കാണാം. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഈ ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഹൈദരാബാദ് ഈസ് നോൺ ആസ് സിറ്റി ഓഫ് റോക്സ്. ഹൈദരാബാദിൽ പോയ ആളുകൾ കൈവെക്കുക ഇല്ലാരും? ഉണ്ട്. ആകാശത്തൂടെ പോകുമ്പോൾ കാണുന്ന വിഷ്വൽസ് ആണ് ഇട്ടത്. ദിസ് ഈസ് ദ ക്യാമ്പസ്. ആ യൂണിവേഴ്സിറ്റിക്ക് അകത്തുകൂടെ പോകുന്ന റോഡാട്ടത്. നാഷണൽ ഹൈവേ അല്ല, ആ യൂണിവേഴ്സിറ്റിൻ്റെ അകത്തുകൂടെ പോകുന്ന റോഡുകളാണ്. ഇതൊക്കെ ഓരോരോ സ്കൂളുകളും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുമാണ്. അവിടുത്തെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ പഠിച്ചത്. രാമാനുജൻ അവിടുത്തെ സയൻസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് മൈ ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാമ്പസിൻ്റെ അകത്തുകൂടെ ഉള്ള റോഡാണ് ഈ കാണുന്നത്. ഒരു ഹായ് കൊടുക്കൂ. യെസ്. നമ്മൾ പിന്നെ ആലോചനകൾ പോകുന്ന സമയത്ത്, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഇത്തരം സംഗതികൾ ഉണ്ടെന്നതാണ്. ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി IFLU, അതായത് ഇംഗ്ലീഷും ഫോറിൻ ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനീസ്, റഷ്യൻ, സ്പാനിഷ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദിൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് IFLU. ഹൈദരാബാദ്, ഷില്ലോങ്ങിലൊക്കെ ഉണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏറ്റവും അടുത്തെന്ന് പറയാൻ പറ്റുന്ന, ഏകദേശം അടുത്തെന്ന് പറയാൻ പറ്റുന്ന അടുത്ത വേറെ യൂണിവേഴ്സിറ്റി കൂടി ഉണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി പോയ ആളുകളുണ്ടോ? ഇതിൽ എല്ലായിടത്തും പോയ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി നിങ്ങൾക്ക് കോഴിക്കോട് തോന്നുന്ന എന്നും ബസ്സുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ട്രെയിന് പോണ്ടിച്ചേരിയിലേക്കുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് പോയി നോക്കാം. ദിസ് ഈസ് ദ യൂണിവേഴ്സിറ്റി എൻട്രൻസ്. യൂണിവേഴ്സിറ്റിൻ്റെ അകത്തുകൂടെയുള്ള വഴികളാണ്. ഈ റോഡിൽ കൂടെ നിങ്ങൾക്ക് അങ്ങനെ വലിയ ബസ്സോ കാറോ ഒന്നും വന്ന് പോകുന്നൊന്നുമില്ല. ആളുകൾ നടക്കുകയും ചെറിയ വണ്ടികൾ അതിൽ കൂടെ പോകുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള ക്യാമ്പസിൽ അകത്തുള്ള വണ്ടികൾ മാത്രം പോകുന്ന ഒരു റൂട്ടായിരിക്കും. അതവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. അകത്തുകൂടെയുള്ള റോഡാണ് കേട്ടോ കാണുന്നത്. യൂണിവേഴ്സിറ്റിയിലുള്ള വ്യത്യസ്ത ബ്ലോക്കുകൾ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ. രാവിലെ ചേച്ചിമാർ അടിച്ചു വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയം. ഇത് കുറച്ച് മുമ്പത്തെ വിഷ്വൽസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ പുല്ലൊക്കെ വന്നിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി എന്തായിരിക്കും? ജംഗ്ഷൻ. ഈ പുൽത്തകടിയിലൊക്കെ കടന്നുറങ്ങാൻ നല്ല സുഖം ഉണ്ടാവില്ലേ?
സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്. നേരത്തെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ 5 വർഷത്തെ കോഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ, ഹോണേഴ്സ് പ്രോഗ്രാമുകളായിട്ടുണ്ട്. BA കോഴ്സുകൾ, BCom കോഴ്സുകൾ, BBA പ്രോഗ്രാമുകൾ, BTech കോഴ്സുകൾ. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ളൊരു എക്സ്ക്ലൂസീവ് കോഴ്സിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രാൻസിൽ പോയി പഠിക്കാനുള്ള അവസരമുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MACയിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. നിങ്ങൾക്കൊരു സിവിൽ സർവീസ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോ എക്കണോമിക്സ് ഒക്കെ ഉള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MACയിൽ. ആദ്യത്തെ 2 കൊല്ലം നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുക. 3-ാമത്തെ കൊല്ലം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് 1 യൂണിവേഴ്സിറ്റി, സൊബോൺ യൂണിവേഴ്സിറ്റി എന്നുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. 1 വർഷം അവിടെ പഠിക്കും. അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഒന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൻ്റെയും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പാരീസിലേക്ക് പോകുന്ന സമയത്ത് പാരീസിലുള്ള സ്റ്റുഡൻസ് ഇവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരും. ഇങ്ങനെ ഒരു ഫ്രഞ്ച് കോളനി കൊളാബറേഷനുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് MACയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷനിൽ ചോദിച്ചാൽ സംസാരിക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈ, ഗുവാഹട്ടി, തുൽജാപൂർ ഒക്കെ ക്യാമ്പസുകളുണ്ട്. ടിസ് എന്ന് പറയും. ടിസ് മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി കുറച്ച് യൂണിവേഴ്സിറ്റികൾ ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരളത്തിൽ നമുക്ക് ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളൂ. അതെവിടെയാ? കാസർഗോഡാണ്. കാസർഗോഡ് ആകെ ഡിഗ്രി ലെവലിൽ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ, BA ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ള കോഴ്സ്. അത് തിരുവനന്തപുരം ക്യാമ്പസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. PG പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ത്രിപുര യൂണിവേഴ്സിറ്റി, HNBGU ശ്രീനഗർ, മണിപ്പൂർ യൂണിവേഴ്സിറ്റി, സിക്കിം യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, ഹരിസിംഗാർ വിശ്വവിദ്യാലയ, രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ്, നളന്ദ യൂണിവേഴ്സിറ്റി, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കർ. ഇപ്പോൾ സയൻസിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച ആളുകൾക്ക് BSc അഗ്രികൾച്ചറിൽ ഓൾ ഇന്ത്യ ലെവലിൽ നേരത്തെ ഐക്കർ എക്സാമിനേഷൻ നടത്തിയിരുന്നു. ഐക്കർ ഇപ്പോൾ എക്സാമിനേഷൻ നടത്തുന്നില്ല. അതിന് പകരം CUET സ്കോറാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ പരിഗണിക്കുന്നതെന്നുള്ളതാണ്. ഐക്കർ വഴി നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ, BTech, ഹോർട്ടിക്കൾച്ചർ ഒക്കെ പോലെയുള്ള കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നതാണ്. ടൂറിസം, ട്രാവൽ മാനേജ്മെൻറ്റിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് BBA ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ കോഴ്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോളിയോറിലാണ് അവർക്ക് മെയിൻ ക്യാമ്പസ് ഉള്ളത്. ഭുവനേശ്വർ, പൂനെ, അതുപോലെ തന്നെ നെല്ലൂർ, നോയിഡ എന്നൊക്കെ വന്ന സ്ഥലത്തൊക്കെ അവർക്ക് എന്തുണ്ട്, ഓഫ് ക്യാമ്പസുകളുണ്ട്. ഇന്ത്യയിൽ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം പഠിക്കാൻ പറ്റിയ സ്ഥാപനമാണ്. ഇന്ത്യൻ കള്ളിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്, കള്ളിനറി എന്ന് പറഞ്ഞാൽ എന്താ? പാചകം പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു സാധനമാണ്. കള്ളിനറി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കള്ളിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ഉണ്ട് എന്നതാണ്. സംഗതി ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ കിട്ടും അല്ലേ? അതല്ല ചോദ്യം. ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമല്ലോ, അത് കിട്ടണമല്ലോ. എന്താണ് അതിന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, +2ലുള്ള സിലബസ് മാത്രമാണ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവുക. അത് +1 ഇല്ല. അപ്പോൾ ഇപ്പം +2 പഠിക്കുന്ന ആളുകൾക്കുള്ള സിലബസ് ഉണ്ടല്ലോ, അതാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 6 സബ്ജക്ട്സ് വരെയാണ് എഴുതാനുണ്ടാവുക. ഒന്നാമത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്, ജനറൽ ഇംഗ്ലീഷ്. അതിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ലാംഗ്വേജ്, സിനോണിം, ആൻറ്റണിം, റൈറ്റ് ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെയുള്ള സാധനങ്ങളുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി ഡൊമൈൻ സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ഒരാൾ
BSc ഫിസിക്സ് ആണ് നോക്കുന്നതെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ് എഴുതേണ്ടി വരിക. ഹിസ്റ്ററിയോ സോഷ്യോളജിയോ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അയാൾ എന്താണോ പ്ലസ് ടുവിൽ പഠിച്ചത് അതാണ് എഴുതേണ്ടി വരിക. 3 സബ്ജക്റ്റ്, ഹിസ്റ്ററിയോ സോഷ്യോളജിയോ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഒക്കെ എഴുതാം. അത് യൂണിവേഴ്സിറ്റിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 3ാമത്തെ സെക്ഷനിൽ ഒരു പേപ്പർ കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ജനറൽ ടെസ്റ്റ് എന്ന് പറയും. ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിൽ ജനറൽ പേപ്പർ എന്നുള്ള സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ഇഫ് എ ഈസ് ദ ഫാദർ ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ബ്രദർ ഓഫ് സി ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് സി. നമ്മളിങ്ങനെ എണ്ണും, ഞാൻ ഇതെൻ്റെ വാപ്പ, എൻ്റെ വാപ്പൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് എണ്ണി. അപ്പോൾ കുറേ എണ്ണി അവസാനം പരീക്ഷ ഹാളിൽ ഇരുന്നുകൊണ്ട് എണ്ണി തീരൂല. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടി വരും? അതിനൊക്കെ ട്രിക്കുകളുണ്ട്, അത് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ നമ്പർ സീക്വൻസ് സീരീസ് ഒക്കെ അതിൽ വരുന്നതാണ്. 1, 5, 9, 8, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ. അതുപോലെ തന്നെയുള്ളതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സാധനം. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി രാജ്യത്ത് പലതും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മാറി എന്ന് പറഞ്ഞു. ഹു ഈസ് ദ ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? അതിപ്പോൾ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ അല്ലേ. സഞ്ജു സാംസൺ. യെസ്, സഞ്ജു സാംസൺ എല്ലാവർക്കും അറിയും അല്ലേ. ആരാ സഞ്ജു സാംസൺ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലെയറാണ്. അത് ഞാൻ ക്രിക്കറ്റ് ഒന്നും കാണലില്ല എന്നുള്ളത് കൊണ്ട് അത് അറിയാതിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് എന്നുള്ളതാണ്. ഇത് ഏതാണ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി? ഏതാണ് ഇത്? ഏത് മണ്ഡലമാണത്? വയനാട് ലോക്സഭ മണ്ഡലം. നിയമസഭ ഏറനാട്. രണ്ടിലെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ആരാ ഇപ്പോഴത്തെ MP? ആരാ MP? ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ അല്ലേ. MP വരും അല്ലേ. MLA ആരാ? PK. അപ്പൊ കേരളത്തിലെ മന്ത്രി ആരാ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? അതറിയാം, നിങ്ങൾക്ക് അവധിയൊക്കെ പ്രഖ്യാപിക്കുന്നത് പറയാതുകൊണ്ട്. കേന്ദ്രത്തിൽ ആരാ? അല്ല, കേന്ദ്രത്തിൽ അങ്ങനെ മന്ത്രി ഉണ്ടോ? ഉണ്ടാവും അല്ലേ. കേന്ദ്രത്തിൽ ആകെ നമ്മൾ 2 മന്ത്രിമാരെ ആരുണ്ടാവുള്ളൂ. ഒന്ന് പ്രധാനമന്ത്രിയും ഒന്ന് ആഭ്യന്തരമന്ത്രി. ബാക്കിയുള്ള ആളുകളൊന്നും. പിന്നെ സുരേഷ് ഗോപിനെയും ഒരുപക്ഷെ അറിയിലുണ്ടാവും. ഇത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ധാരണകളുണ്ടാവും. അത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ആർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? കഴിഞ്ഞ വർഷം നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചു. ഈ സയൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലുള്ള പഠിക്കണ്ടേ? കെമിസ്ട്രിക്കാർക്ക് കിട്ടിയത്, ഫിസിക്സിനാർക്ക് കിട്ടിയത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ISROയുടെ ചെയർമാൻ ആരാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ. ഇതൊക്കെയാണ് എന്ത് എന്ന് പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട സാധനം. കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, അത്തരം സംഗതികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനം. ഇത്തരം സബ്ജക്ട്സാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക എന്നതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സിലബസ് എന്താണെന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എത്ര മാസം നമ്മുടെ മുമ്പിലുണ്ട്, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട സാധനമാണ്. നാലാമത്തത് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാം. പ്രാക്ടീസ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അഞ്ചാമത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മറികടക്കാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ എല്ലാ ചോദ്യവും കാണാപ്പാടം പഠിച്ചു പോവുക, എല്ലാ സിലബസും കംപ്ലീറ്റ് പഠിച്ചു പോകുക എന്നുള്ള അപ്പുറത്തേക്ക് കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിൽ ഉണ്ടാവുക എന്നതൊക്കെ ഇതിൽ ക്രാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിവിഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. നമുക്ക് റിവിഷൻ ഉണ്ടാവാറില്ല, നമ്മൾ ഏറ്റവും അവസാനമാണ് പഠിക്കുക. അപ്പോൾ പിന്നെ റിവിഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ റിവിഷനെ തന്നെ തിരിച്ചിട്ടിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും പൊതുവെ സംഭവിക്കുക. എല്ലാം നിങ്ങൾ പൊതുവെ പഠിക്കുമ്പോൾ സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ തോന്നും അതൊന്നും നടക്കൂല, ഞാൻ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. ലൈഫ് പെട്ടെന്ന് സെറ്റിൽ ആകാനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണം, വല്ലാണ്ടൊന്നും പഠിക്കാതെ അല്ലേ. എന്നാൽ നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ജോലി കിട്ടുന്ന ഒരു കോഴ്സ്,
നല്ല സ്കോപ്പുള്ളൊരു കോഴ്സ് അല്ലേ? അല്ല നിങ്ങൾ ആഗ്രഹിക്കണേ? പെട്ടെന്ന് ജോലി കിട്ടുന്ന സ്കോപ്പുള്ളൊരു കോഴ്സ്. അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവില്ലേ? പക്ഷെ ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ ഒരു കോഴ്സ് ഇല്ല. അതായത് ഏറ്റവും സ്കോപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടി മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കൂടി താല്പര്യത്തിനനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്നതാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അവധിക്ക് നിങ്ങൾ എവിടെയുള്ളത്? ഇവിടെ തന്നെയല്ല ഉള്ളത്. +2കാരോടാണ് 2025 ക്രിസ്മസ് അവധിക്ക് ഈ ഇത് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് ലഡാക്കിലുള്ള ഒരു സ്ഥലമാണ്. പാങ്കോങ് ലേക്ക് എന്ന് പറയും. പാങ്കോങ് ലേക്ക്, നുബ്ര വാലി, ഇത് രണ്ടും അവിടുത്തെ സ്ഥലമാണ്. നിങ്ങൾ അവിടേക്ക് എത്താനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെക്കേഷനിൽ നേരെ ഹിമാചൽ പ്രദേശ്, ലേ ലഡാക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. ദിസ് ഈസ് ദ ഡ്രീം. ഇവിടെ എത്താന്നുള്ളത് മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടും എന്നതാണ് കൂടി നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ കാണാനും ഡൽഹി സന്ദർശിക്കാനൊക്കെ ഉള്ള നിങ്ങളുടെ അവസരങ്ങൾ, സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് CUETയുമായി ബന്ധപ്പെട്ട് എഡ്യൂപോർട്ടിൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്. ബോർഡ് പ്ലസ് CUET. ബോർഡും പാസ്സാവും, കൂടുതൽ CUETയും കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്പർ നോട്ട് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.